എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ എ ഡിസാസ്റ്റർ? ഡിസ്കസ് ദി നേച്ചർ ഓഫ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. നമുക്ക് ഈ ഡിസാസ്റ്ററിനെ കൊണ്ട് എന്താണ് മനസ്സിലായിട്ടുള്ളത്, ഈ മാൻമെയ്ഡ് ഡിസാസ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. മാൻമെയ്ഡും ഉണ്ട്, അല്ലാതെ ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് നോക്കാം. എ ഡിസാസ്റ്റർ ഈസ് എ സഡൻ ഇവന്റ് ഓർ സിറ്റുവേഷൻ ദാറ്റ് കോസസ് ലാർജ് സ്കെയിൽ ഡാമേജസ്, ലോസ് ഓഫ് ലൈഫ്, destruction of property and disturbance in the normal functional of society. And first sentence, a disaster is a sudden event. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മുൻകൂട്ടി പ്രവചിച്ച് നമുക്ക് ഇതാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ ഒരു സുനാമിയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിസാസ്റ്റർ അല്ലേ. സുനാമി നാളെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. സുനാമി വരുന്ന ആ സമയത്ത് സഡൻ ആയിട്ടല്ലേ അത് വരുന്നത്. ഒരു സഡൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത്. ലാർജ് സ്കെയിലിൽ ഡാമേജസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ മരിക്കും, ലോസ് ഓഫ് ലൈഫ്, എത്രയോ പേര് മരിക്കും. അതുപോലെ തന്നെ എത്രയോ പ്രോപ്പർട്ടീസ്, അതിലെ വീട്, സ്ഥലങ്ങൾ, കാർ, എന്തെല്ലാം സാധനങ്ങൾ നഷ്ടപ്പെടും, എന്തെല്ലാം സാധനങ്ങൾ നശിക്കും. ഡിസ്റ്റർബൻസ് ഇൻ ദി നോർമൽ ഫങ്ഷനിങ് സൊസൈറ്റി. നോർമലായിട്ട് പോകുന്ന ഒരു സൊസൈറ്റിയിൽ അത് വലിയ വലിയ തകരാറുകളല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു നോർമൽ ഫങ്ഷനിങ് ആയിട്ടുള്ള സൊസൈറ്റി വലിയ രീതിയിലുള്ള ഡാമേജസ് ആണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കാം. ഇറ്റ് അഫക്ട് പീപ്പിൾ, ആനിമൽസ്, ദി എൻവയോൺമെന്റ് ആൻഡ് ദി എക്കോണമി. അതേപോലെ തന്നെ ഇത് ലാർജായിട്ട് അഫക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മളെയല്ലേ. മനുഷ്യനെ അഫക്ട് ചെയ്യും, മൃഗങ്ങളെ അഫക്ട് ചെയ്യും, ഈ കാലാവസ്ഥ അഫക്ട് ചെയ്യും. അതേപോലെ തന്നെ എക്കോണമി. ഇപ്പൊ വലിയൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ, അതിനെയൊക്കെ ഒരുപാട് ഇതൊക്കെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മനുഷ്യനെ മാത്രമല്ല, മൊത്തത്തില് ലാസ്റ്റ് ഒരു അഴിച്ചുപണി വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ ഈ കൊറോണ വന്ന സമയത്ത് അതൊന്ന് നേരെയായി വരാൻ എത്ര കാലം എടുത്തു. അതേപോലെയൊക്കെ തന്നെയാണ് ഇതൊക്കെ ഡിസാസ്റ്റേഴ്സ്. അത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു. അടുത്ത സെന്റൻസ്, ഡിസാസ്റ്റർ ക്രിയേറ്റ് കണ്ടീഷൻസ് വെയർ ദി അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഈസ് അൺഏബിൾ ടു cope with the impact using its own resources and needs outside help. Disasters may occur naturally like earthquakes, floods, cyclones and tsunamis. ഈ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് ആണ് എന്തൊക്കെ? എർത്തുകേക്സ്, ഫ്ലഡ്സ്, സൈക്ലോൺസ് ആൻഡ് സുനാമീസ്. ഭൂമി കുലുക്കം, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, സുനാമീസ് ഇതൊക്കെ മാൻമെയ്ഡ് ആയിട്ടുണ്ടാകുന്നതല്ലല്ലോ, നാച്ചുറലി ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ. അടുത്ത നോക്കാം. ഇൻ സിമ്പിൾ വേർഡ്സ്, എ ഡിസാസ്റ്റർ ഈസ് എനി ഇവന്റ് ദാറ്റ് ബ്രിങ്സ് സീരിയസ് ഹാംസ് ആൻഡ് റിക്വയർസ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആൻഡ് ലോങ് ടൈം റിക്കവറി മെഷേഴ്സ്. അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസാസ്റ്റർ ഈസ് എ സഡൻ ഇവന്റ്. അത് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിസാസ്റ്റേഴ്സ്. നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഒരു വീട്ടിൽ, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു, ഇപ്പൊ ഒരു സുനാമി വരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാതുള്ള നമുക്ക് എന്ത് ചെയ്യണമെന്ന് നല്ലൊരു വിഭ്രാന്തി കാണും. അതേപോലെ തന്നെ അത് വന്ന് കഴിഞ്ഞിട്ടുള്ള റിക്കവറി, വീണ്ടും പഴയതുപോലെ ആക്കാൻ എന്തുമേടി ടൈം എടുക്കും? ലോങ് ടൈം റിക്കവറി മെഷേഴ്സ് എന്നാണ് പറയുന്നത് തന്നെ. ഇതാണ് ഒരു പാരഗ്രാഫ്. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വായിച്ചു തരാം. എ ഡിസാസ്റ്റർ ഈസ് എ സഡൻ ഇവന്റ് ഓർ സിറ്റുവേഷൻ ദാറ്റ് കോസസ് ലാർജ് സ്കെയിൽ ഡാമേജസ്, ലോസ് ഓഫ് ലൈഫ്, ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഡിസ്റ്റർബൻസ് ഇൻ ദി നോർമൽ ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റി. ഇറ്റ് അഫക്ട്സ് പീപ്പിൾസ്, ആനിമൽസ്, ദി എൻവയോൺമെന്റ് ആൻഡ് ദി എക്കോണമി. Disaster create conditions where the affected community is unable to cope with the impact using its own resources and needs outside help. അത് തന്നെ നമുക്ക് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അയൽ രാജ്യങ്ങളിലെ ഹെൽപ്പ് വേണ്ടി വരും, റിക്കവറിക്ക് വേണ്ടി. ഡിസാസ്റ്റേഴ്സ് മേ occur naturally like earthquakes, floods, cyclones and tsunamis, or may occur due to the human activities. മനുഷ്യന്റെ പല പല ആക്ടിവിറ്റീസ് കാരണം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാമല്ലോ. ഇൻ സിമ്പിൾ വേർഡ്സ്, എ ഡിസാസ്റ്റർ ഈസ് എനി ഇവന്റ് ദാറ്റ് ബ്രിങ്സ് സീരിയസ് ഹാംസ് ആൻഡ് റിസോഴ്സസ്, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആൻഡ് ലോങ് ടൈം റിക്കവറി മെഷേഴ്സ്.
അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം. നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അസൈൻമെന്റ്സ് വേണമെങ്കിലും നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. അഫോർഡബിൾ റേറ്റിനാണ് നമ്മൾ റെഡി ടു സബ്മിറ്റ് അസൈൻമെന്റ്സ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ അക്കൗണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി.